കുറച്ച് നാളുകളത്തെ ഇടവേളയ്ക്കൊക്കെ ശേഷം ഞാൻ വീണ്ടും കടയിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും അപ്പവും കാര്യങ്ങളൊക്കെ കൂടിയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് പോകാനല്ല കേട്ടോ, എന്നാലും ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് രാവിലത്തേക്ക് റെഡിയാക്കുന്നത്. ചപ്പാത്തി റെഡിയാക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല പൊടിച്ച പൊടി, അതായത് ഗോതമ്പ് പൊടിച്ചിട്ടുള്ള പൊടിയല്ല, അത് പാക്കറ്റ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് സാധാരണ പോലെ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നെയ്യോ എണ്ണ ഒന്നും അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അങ്ങ് പരത്തി ചൂടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി കിട്ടും. ഹാദുക്കുട്ടനും ചപ്പാത്തിയും മുട്ട റോസ്റ്റും തന്നെയാണ് കൊടുത്തുവിട്ടത്. ഹാദു മുട്ടേൻ്റെ മഞ്ഞ കഴിക്കൂല കേട്ടോ. അപ്പോൾ അതും ആ ഒരു വെള്ളപ്പാട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആശ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ വേഗം വന്ന് ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ പരത്തി ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കും. നമ്മൾ എണ്ണ പോലും തൂക്കണ്ട, അല്ലെങ്കിൽ കുഴയ്ക്കുമ്പോഴും എണ്ണയൊന്നും ഒഴിക്കേണ്ട. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുഴയ്ക്കുന്നത് കുറച്ച് നല്ല പോലെ കുഴയ്ക്കണം കേട്ടോ. അതായത് അയക്കൂലേ, മാവ് കിണ്ടി കഴിഞ്ഞ് നമ്മൾ അയക്കൂലേ, അയക്കുന്നത് നല്ല രീതിയിൽ അങ്ങ് അയക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം സൂപ്പർ സോഫ്റ്റായിട്ട് പൊന്തി അടിപൊളിയായിട്ട് വന്നോളൂ. പിന്നെ ഈ പറഞ്ഞ പൊടിയുടെ ഗുണം, ആശീർവാദിൻ്റെ ഒക്കെ ചപ്പാത്തി ആണെങ്കിൽ ഇതുപോലെ പൊന്തിയൊക്കെ വരും കേട്ടോ. പക്ഷെ അതിലും ടേസ്റ്റ് ആണ് നമ്മളിങ്ങനെ പൊടിച്ച പൊടിക്ക്. ഈ പൊടി മേടിച്ചാൽ പിന്നെ ഇവിടെ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഇഷ്ടം പോലെ ചപ്പാത്തി കഴിക്കാറുണ്ട്. എനിക്ക് നോമ്പാണ് കേട്ടോ, മുഹറത്തിന്റെ നോമ്പ് ഇപ്പം ഒന്നാം ദിവസം പോലെ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ മത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് കൊക്കോല മത്തി എന്ന് ഞങ്ങൾ പറയും. പക്ഷെ ഈ നാട്ടിൽ ഇതിന്റെ പേര് കൊക്കോ ചാളയെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മത്തി കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇത് നമുക്ക് കറി വയ്ക്കുകയും പൊരിക്കുകയും ചെയ്യാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് കേട്ടോ. നമ്മൾ കറിയിലേക്ക് ഇടുമ്പോഴേ പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ പൊരിക്കാൻ ഇടുമ്പോഴേ പൊടിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാം. തേങ്ങ അരച്ച കറിയും അതുപോലെ പൊരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ പിന്നെ ഇത് മറിച്ചിടാൻ എടുക്കുമ്പോൾ തന്നെ ഇത് മുള്ളൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. ചിലരൊക്കെ ഈ മുള്ളെടുത്ത് മാറ്റിയിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് തോരനായിട്ടും എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കറി കണ്ടോ, ഇത് ഇങ്ങനെ പൊടിഞ്ഞു പോകും. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, മീൻകറി നല്ല രുചിയൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊരിച്ചത് ഞാൻ കഷ്ടപ്പെട്ടതാ ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പാപ്പി ഉമ്മയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഫൈസും ലൈലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനോർത്തു അവർക്ക് ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മൾ രാവിലെ കാച്ചി വെച്ച ആ പാലിൻ്റെ പാൽപ്പാടൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി ഇത് എടുത്ത് വെക്കുന്നുണ്ട്. പശുവിൻ പാൽ മേടിക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നെയ്യാക്കി എടുക്കുവേ. അവർ പോയി കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈകുന്നേരം രാത്രിയായപ്പോൾ വേറൊരു വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ വേഗം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് അവൽ നനച്ചതാണ് കേട്ടോ. അതും പിന്നെ ഏത്തപ്പഴവും കൂടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ല പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവർക്ക് കട്ടൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കട്ടനും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹജ്ജിന് പോയി കഴിഞ്ഞ് വന്നവരുടെ ഒരു പങ്കും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചാപ്പ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.